അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് കെ വി എന്ന് പറയുന്ന ഒരു സഹോദരൻ ചേട്ടനാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ചേട്ടൻ തൃശ്ശൂർ സ്വദേശിയാണ് അല്ലേ? ചേട്ടൻ്റെ ജീവിതത്തിൽ ദൈവം വലിയൊരു അത്ഭുതമാണ് അദ്ദേഹത്തിന് വലിയൊരു രോഗസൗഖ്യം അദ്ദേഹത്തിന് ഈ ഒരു ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടിയതിന് ശേഷം ഈശോ നൽകുകയുണ്ടായി. ആ ഒരു സാക്ഷ്യമാണ് ഇന്ന് അദ്ദേഹം നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. ചേട്ടാ, നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ കല്ലൂർ വെള്ളാനിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 92 തൊട്ട് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് പല രോഗങ്ങളുണ്ടെങ്കിലും അതൊക്കെ നിസ്സാരമായിട്ട് തന്നെ കൂട്ടിയായിരുന്നു. 2020 ക്യാൻസർ എന്ന രോഗം എനിക്ക് വന്നത്. അതായത് കിഡ്നി സംബന്ധമായിട്ട് കിഡ്നിയിൽ കല്ലുണ്ടെന്നും പറഞ്ഞ് ഒരു ഡോക്ടറെ അടുത്ത് പരിശോധിക്കാൻ സ്കാൻ ചെയ്യാൻ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇതൊന്നും വിഷയമല്ല, തൻ്റെ യൂറിയൻ ബ്ലാഡറിൽ ഒരു തടുപ്പ് കാണുന്നു, അത് പ്രശ്നമാകുന്നു. അങ്ങനെ ഞാനത് മെഡിക്കൽ കോളേജിൽ പോയി ടെസ്റ്റ് ചെയ്തു. അത് നോക്കി കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞത് ക്യാൻസറാണ്. അതെടുത്ത് അവർ കളഞ്ഞു, അത് തിരിച്ചായിട്ട് കളഞ്ഞെങ്കിലും അത് ക്യാൻസറായി. പിന്നെയും മാസത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ക്യാൻസറിന് യാതൊരു കുറവുണ്ടായില്ല. അപ്പോൾ ഞാൻ ഈ വർഷം തോറും ഈ ഡിവൈനിലൂടെ വരുന്നതാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ എൻ്റെ വീട്ടിലിരിക്കുന്ന രൂപത്തിൻ്റെ അവിടെ വെച്ച് ഈ കടലാസ് ഈശ്വർ പറഞ്ഞു, ഇതിനാണോ എല്ലാ വർഷവും ഞാനവിടെ വരുന്നത്? ഈ ക്യാൻസർ എനിക്ക് വരുന്നതാണോ? ഇത് മാറ്റി തന്നാൽ ഡിവൈനിൽ വന്ന് ഞാൻ വചനോത്സവത്തിൽ എൻ്റെ ഫോട്ടോ അടക്കം ഞാനത് പരസ്യം ചെയ്യാം. അതെനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ സാക്ഷ്യത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഇത് കൊണ്ടുപോയി ഞാൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് ലാബിൻ്റെ അടുത്ത് ചെന്ന് എന്നെ ഈ പരിശോധിക്കുന്ന ഡോക്ടറെ അടുത്ത് കൊടുത്തു കഴിഞ്ഞ് അയാൾ തരുന്ന റിപ്പോർട്ട് അയാൾ നോക്കി കഴിഞ്ഞിട്ട് അയാൾ അന്തം വിട്ടുപോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നുമില്ല. ഇയാൾ തരുന്നതിൽ ക്യാൻസർ ഞാൻ കൊടുക്കുന്നതിലുണ്ട്. ഈ ഡോക്ടർ എന്നോട് എന്ത് പറയുന്നറിയോ? ഫ്രാൻസിസ് പുറത്തിരിക്കും കുറച്ച് നേരം. അപ്പോൾ എനിക്ക് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഈ അങ്ങാരെ കാണാം. ഇയാൾ ഈ മൈക്രോസ്കോപ്പിൻ്റെ അവിടെ വെച്ച് നോക്കിയിരിക്കുള്ളൂ. അന്തം കാണാനില്ല, ഒന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വന്നു. താൻ ഈ പേപ്പർ കൊണ്ടുപോണ്ട, ഇത് ഉള്ളത് കൊണ്ടുപോണ്ട, ഇല്ലാത്തത് കൊണ്ടായിരുന്നു. അങ്ങനെ എന്നെ ടെസ്റ്റ് ചെയ്ത മറ്റേ യൂറിൻ്റെ ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് മാറാറൊക്കെ ഉണ്ട്, പിന്നെയും വരും, ഓക്കെ വന്നോട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ടെസ്റ്റ് ചെയ്തു, സ്കാൻ കൊടുത്തു, ഒരു കുഴപ്പമുണ്ടായില്ല. ഇന്ന് വരെ ഞാൻ പോയിട്ടുമില്ല. ഇത് അന്ന് ഡിവൈനിൽ ധ്യാനം കൂടിയല്ലോ, അപ്പോൾ ആ എപ്പോഴാണ് അത് സൗഖ്യം ലഭിച്ചത്? സൗഖ്യം ലഭിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് വീട്ടിൽ വെച്ച് പോയി അപ്പം തന്നെ സൗഖ്യം ലഭിച്ചു കഴിഞ്ഞു. അതായത് ഡിവൈനിൽ വന്നില്ല. ഞാൻ പറഞ്ഞു ഈ വർഷങ്ങൾ ഈ 92 തൊട്ട് ഞാൻ വരുന്നതാണ്. എനിക്ക് ഈ രോഗം ദൈവം വെച്ചിട്ടുണ്ട്. ഈ രോഗം എനിക്ക് മാറ്റി തന്നാൽ ഞാൻ ഡിവൈനിൽ വരും. അത് വചനോത്സവത്തിൽ 7 ഭാഷയിൽ ഇവിടുന്ന് പോകണമെന്ന്. അതിൽ ഞാൻ ഫോട്ടോ സഹിതം കൊടുക്കും. എല്ലാ ദിക്കിലേക്കും എല്ലാ ഭാഷയിലും ചൊല്ലും. ഡിവൈനിൽ സാക്ഷ്യം ചെയ്യുമ്പോൾ അവിടെ ഉള്ളവർക്കേ കേൾക്കണുള്ളൂ. ഇത് ഞാൻ വചനോത്സവം കൊടുക്കും. അത്രേ എനിക്ക് ദൈവത്തോട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇപ്പോൾ എല്ലാ വർഷവും അതായത് വെള്ളപ്പൊക്കത്തിന് ഇവിടെ ഉണ്ട്. മറ്റേ കൊറോണ കാലത്ത് മാത്രം വന്നിട്ടില്ല, എല്ലാ വർഷവും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷങ്ങളായിട്ട് എനിക്ക് നമ്മുടെ വയറിൻ്റെ ഉള്ളിലേക്ക് തൊലി പോണൊരു അസുഖം ആമാശത്തിൽ. അപ്പോൾ കുറച്ച് ആൾ കഴിയുമ്പോൾ എനിക്ക് വയറുവേദന വരും, മരുന്ന് കഴിക്കും. ഇപ്പം ഞാനതും പറഞ്ഞു, അത് ഇവിടെ സാക്ഷ്യം കൊടുത്തിട്ടുണ്ട്, മാറി. എന്നുവെച്ചാൽ പറഞ്ഞാൽ ഇത് എത്രയും വർഷമായിട്ട് കൊണ്ടിടക്കുന്നത്, അത് ഭക്ഷണം കഴിക്കുക കുറേ ആൾ കഴിയുമ്പോൾ പിന്നെ ഡോക്ടറെ അടുത്ത് പോവുക. ഇപ്പം അതും കുഴപ്പമില്ല, അതും ഞാൻ അവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. ജീവിക്കുന്ന ഒരു സാക്ഷ്യമായിട്ടാണ് ഇന്ന് ഫ്രാൻസിസ് ഏട്ടൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ പലപ്പോഴും അറിയാം, രോഗങ്ങൾക്ക് വരുമ്പോൾ ഡിവൈനിലേക്ക് ഓടി വരുന്ന സാക്ഷ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇത്ര നേരം കേട്ടത് ധ്യാനത്തിൻ്റെ ഇടയ്ക്ക്. പക്ഷേ ഇദ്ദേഹം വർഷങ്ങളായിട്ട് എല്ലാ വർഷവും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിക്കാണ് ക്യാൻസർ വരുന്നത്, അതും യൂറിനിലെ ബ്ലാഡർ അല്ലേ, ബ്ലാഡറിൽ ക്യാൻസർ വരുന്നു. ആ സമയത്ത് ഇദ്ദേഹം ചോദിച്ച ചോദ്യമാണ്, ദൈവം ഞാൻ എല്ലാ വർഷവും ഡിവൈനിൽ വന്ന് ധ്യാനം കൂടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് വന്നില്ല? അദ്ദേഹം അവിടെ നിന്ന് ദൈവത്തിന് മുമ്പിൽ ആ പേപ്പർ ഉയർത്തി, ഞാൻ എല്ലാ വർഷവും ഡിവൈനിൽ വരുന്നതാണ്, ഈ രോഗം എനിക്ക് മാറ്റിത്തരണം, മാറ്റി തന്നാൽ തീർച്ചയായിട്ടും ഞാൻ ഡിവൈനിൽ വരാം, സാക്ഷ്യം പെടുത്താം. ആ ഒരൊറ്റ വാക്കിൽ നോക്കണേ, നമ്മൾ ധ്യാനം കൂടിയിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ധ്യാനം കൂടാതെ തന്നെ, ഡിവൈനിൽ വന്ന് ധ്യാനം കൂടുന്ന ആ ഒരു വ്യക്തി ധ്യാനം കൂടാതെ തന്നെ ആ ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് ദൈവം വലിയൊരു രോഗസൗഖ്യമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം ജീവനോടെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഡോക്ടർമാർക്ക് പോലും അതിശയമായി, ഡോക്ടർമാർ പോലും സംശയത്തോടെ തന്നെ പറയുന്നു ഇനിയും വരാം എന്നൊക്കെ പറഞ്ഞു വിടുന്നു. കാരണം അവരുടെ ടെസ്റ്റിൽ വലിയൊരു മാറ്റം വന്നിരിക്കുന്നു. ഇദ്ദേഹം എടുത്ത ആ ഒരു നിലപാട് തീർച്ചയായിട്ടും അത് എന്നെ ഒരുപാട് ടച്ച് ചെയ്തു. കാരണം ധ്യാനത്തിൽ വന്നിട്ട് രോഗസൗഖ്യം നേടുന്നതിനേക്കാൾ ഉപരി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിൽ ദൈവം ഇടപെട്ട വലിയൊരു അനുഭവമാണെന്ന് ഫ്രാൻസേട്ടൻ നമ്മോട് പറഞ്ഞ്. തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു വാക്ക് ഇപ്പോഴും അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇപ്പോഴും ഈ ഒരാഴ്ച ഇവിടെ ധ്യാനം കൂടുകയാണ്. എന്തായാലും ഫ്രാൻസേട്ടൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ
ദൈവം ഇനിയും തരട്ടെ, ഒരുപാട് ദൈവം തൊടട്ടെ ജീവിതത്തിൽ, എല്ലാ മേഖലയിലും ദൈവം കൂടെ ഉണ്ടാവട്ടെ. എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുകയാണ്. താങ്ക് യു. അടയാളങ്ങളാൽ വഴി നടത്തും നാഥ, അത്ഭുതങ്ങളാൽ രോഗങ്ങൾ മാറ്റും നാഥ, ഡിവൈൻ തിരുസന്നിധിയിൽ സാക്ഷ്യമേകാൻ നിൻ കൃപ പാടുന്നു ഞങ്ങൾ സദാ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ.